നിങ്ങൾക്ക് പി സി ഒ ഡി ഉണ്ടോ? പി സി ഒ ഡിക്കാർ ചെയ്യേണ്ട 4 കാര്യങ്ങൾ, പി സി ഒ ഡിക്കാർ ചെയ്യുന്ന 4 മണ്ടത്തരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ദിവസമായി കുറേ വീഡിയോസിന് മുന്നിൽ കൂടെ പോകണം. അപ്പോഴൊക്കെ ഞാൻ റിയാക്ട് ചെയ്യേണ്ട വിചാരിച്ചു. പക്ഷേ അതിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ചെറുതല്ല എന്ന് അറിഞ്ഞതുകൊണ്ടും ഒരുപാട് മിസ്ലീഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മാരകമായ സൂക്കേടായിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കോമൺ ആണ് പി സി ഒ ഡി എന്ന് പറയുന്നത്. ഒരു 100 ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ 80 ആൾക്കാർക്ക് പി സി ഒ ഡി ഉണ്ട്. ഈ ഒരു റീസൺ ഒക്കെയാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പി സി ഒ ഡി വരാനുള്ള കാരണങ്ങൾ. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൊണ്ട് പി സി ഒ ഡി വന്ന ആൾക്കാർക്ക് എത്ര ആൾക്കാർ മാറിയിട്ടുണ്ട്? വളരെ തുച്ഛമായ എമൗണ്ടിൽ മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റെഡിയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് അവർ പി സി ഒ ഡി കുറഞ്ഞു. നിങ്ങൾക്ക് എന്തുകൊണ്ടോ കുറയാത്ത വെച്ചാൽ നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നത് ആ സമയത്ത് നിങ്ങൾ പി സി ഒ ഡി കുറയാൻ തുടങ്ങും. ഒരു ക്ലയൻറ്റ് മെലിയാൻ വേണ്ടിയിട്ട് ഫിറ്റ് ആയിരിക്കാൻ വേണ്ടി ട്രെയിനർ അടുത്ത് പോകുന്നത്, പി സി ഒ ഡി ഉള്ള ഒരാൾ ഡോക്ടറെ അടുത്ത് പോകുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. ഡോക്ടർ പറയും ഒരു 5 കിലോ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പീരീഡ്സ് റെഗുലർ ആവും, ഒരു 5 കിലോ കൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോർമോൺ ബാലൻസ്ഡ് ആവും. അപ്പോൾ ഡോക്ടർ എന്താ നിങ്ങളോട് പറയാം? നിങ്ങൾ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനാണ് പറയും. ഫസ്റ്റ് തരുന്ന കാര്യം എന്താ വെച്ചാൽ വെയിറ്റ് റിഡക്ഷൻ തന്നെയാണ് ഡോക്ടർ പറയുന്നത്, അല്ലേ? ട്രെയിനർ അടുത്ത് ക്ലയൻറ്റ് വന്ന് ട്രെയിനർ ആദ്യം പറയും നിങ്ങൾ വെയിറ്റ് കുറയ്ക്കണം, നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കണം, പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം കഴിക്കണം. ഡോക്ടർ നിങ്ങളോട് പറയാം നിങ്ങളുടെ ബ്ലഡിൽ ഇൻസുലിൻ കൂടുതലുള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്, നിങ്ങൾ ഗ്ലൂക്കോസ് അടങ്ങി അതായത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം വളരെ കുറയ്ക്കണം, നിങ്ങൾ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം കഴിക്കണം എന്ന് പറയും. ട്രെയിനർ പറയും ക്ലയൻറ്റിൻ്റെ അടുത്ത് നിങ്ങൾ പ്രോപ്പറായി സ്ലീപ്പാണ്, സ്ലീപ്പ് നിങ്ങളുടെ ഹോർമോണിൽ ബാധിക്കുന്നുണ്ട്, അതേപോലെ തന്നെ നിങ്ങളുടെ മസിൽ ബിൽഡ് ചെയ്യുന്നത് ബാധിക്കുമെന്ന് പറയുന്നുണ്ട്, അതുപോലെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനും ബാധിക്കുന്നു. ഈ സെയിം കാര്യം തന്നെയല്ലേ ഡോക്ടർ നിങ്ങളോട് പറയുന്നത്. പിന്നെ അടുത്ത മെയിൻ കാര്യം പറഞ്ഞുതരാം, പാക്കറ്റ് ഫുഡ് അവോയ്ഡ് ചെയ്യാൻ പറയും. എന്നാൽ അതായത് ബാഡ് ആയിട്ടുള്ള എണ്ണ ഓയിലൊന്നും യൂസ് ചെയ്യരുതെന്ന് പറയും. ഐസ്ക്രീം, കേക്ക്, ഷുഗറൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയും. രണ്ടാൾക്കാരും പറയുന്നത് സെയിം അല്ലേ? നിങ്ങൾ മെഡിസിൻ എടുക്കുന്നുണ്ട്, അവർ മെഡിസിൻ എടുക്കുന്നില്ല, അത്രയല്ലേ വ്യത്യാസമുള്ളൂ. ശരിയാണ്, നിങ്ങളിൽ ഒരു 5% വെയിറ്റ് കൂടുതലായിട്ട് കാണിക്കും. അതായത് എത്രമാത്രം വെയിറ്റ് കൂടുതൽ കാണിക്കാൻ ഒരു പി സി ഒ ഡി ഉള്ള ആൾക്കാർക്ക് 3 കിലോ മുതൽ 5 കിലോ വരെയാണ് മാക്സിമം വെയിറ്റ് കൂടുക. അതിന് മേലോട്ട് എത്ര എന്തുകൊണ്ടാണ് വെയിറ്റ് കൂടുന്ന അറിയോ? നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ തയ്യാറല്ല, നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറല്ല, നിങ്ങൾ ഡയറ്റ് എടുക്കാൻ തയ്യാറല്ല, നിങ്ങൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ തയ്യാറല്ല. എന്നിട്ട് മൊത്തം നിങ്ങൾ കുറ്റം പി സി ഒ ഡിനെ പറയും. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്താൽ ഈ പ്രശ്നം തീരാവുന്നതോ. പി സി ഒ ഡിക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ഒന്നാമത് ചേഞ്ച് ചെയ്യുക. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഡോക്ടർ തരുന്ന മെഡിസിൻ പ്രോപ്പറായിട്ട് എടുക്കുക. പിന്നെ നിങ്ങൾ നല്ല രീതിയിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക. വെയിറ്റ് ട്രെയിനിങ് ഒരു പരിധി വരെ നിങ്ങളുടെ ഹോർമോൺ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. നിങ്ങൾ വീട്ടിൽ വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് എത്ര കാലം നിങ്ങൾ ചെയ്യും? ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങളുടെ ബോഡി അഡോപ്റ്റ് ആയി നിങ്ങൾക്കൊരു ചേഞ്ച് വരാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ബാൻഡ് കാര്യങ്ങളൊക്കെ വാങ്ങുക, എന്നിട്ട് ഹോം വർക്കൗട്ട് നിങ്ങൾ ചേഞ്ച് വരുത്തി കൊടുക്കുക, പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ പി സി ഒ ഡി എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിലേക്ക് കുത്തി കയറ്റുമ്പോൾ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. ആ നെഗറ്റീവ് ഇമ്പാക്റ്റ് കാരണം നിങ്ങൾക്ക് സ്ട്രെസ്സ് കൂടുതലായിരിക്കും, സ്ട്രെസ് എപ്പോഴും കൂടും. നിങ്ങൾ എന്താ പറയുക, ഒരു ഭക്ഷണം എടുക്കാൻ പോയി, അപ്പോൾ അയ്യോ ഇതെനിക്ക് പി സി ഒ ഡി ഉള്ളതാണ്, ഇതെനിക്ക് കഴിക്കാൻ പറ്റില്ല, ഞാൻ അത് വാങ്ങാൻ പോയി, അയ്യോ പി സി ഒ ഡി ഉള്ള അതെനിക്ക് അങ്ങനെ പി സി ഒ ഡി എന്നുള്ള മൈൻഡ് വെച്ചിട്ടല്ല നിങ്ങൾ ആ ഭക്ഷണം കഴിക്കേണ്ടത്. ശരിയാണ്, എനിക്ക് കേക്ക്, അയ്യോ അത് എനിക്ക് വേണ്ട, അത് എൻ്റെ ഹെൽത്തിന് നല്ലതല്ല, അയ്യോ അതിൻ്റെ ശരീരത്തിന് നല്ലതല്ല. നിങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഒരു ഹെൽത്തി പേഴ്സണായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യും. നിങ്ങളൊരു ഹെൽത്തി പേഴ്സൺ ആണ്, നിങ്ങൾ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ലൈഫ് സ്റ്റൈൽ കൊണ്ടുനടക്കേണ്ടത്. ഇവർ ചെയ്യുന്ന വേറെ കാര്യങ്ങൾ എന്താ അറിയോ? അവർ ഒത്തിരി മിസ്ലീഡ് ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം.